വിവിധ ഭാഷക്കാരുടെയും ദേശക്കാരുടെയൊക്കെ സംഗമമാണ് ശബരിമല. ശബരിമലയിൽ തീർത്ഥാടന കാലത്ത് അത്തരമൊരു സംഗമമാണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രത്യേകിച്ചും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഒത്തുചേരുന്ന ഒരു സംഗമ സ്ഥാനമായി മാറുകയാണ് ശബരിമല. ഇവിടെ നമ്മോടൊപ്പം ശ്രീ സദാനന്ദൻ, അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണ്, ആലക്കോട് SI ആണ്. ഒപ്പം അദ്ദേഹം ഇപ്പോൾ പ്രശസ്തനായി വരുന്ന ഒരു നടനുമാണ്. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലെ അഭിനയം തുടങ്ങി ഇപ്പോൾ 40ഓളം ചിത്രങ്ങളായിരിക്കുന്നു. ഇഷ്ടിനഗാനം അടക്കമുള്ള ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. സദാനന്ദൻ, നമസ്കാരം. സ്വാമി ശരണം. താങ്കൾ എത്ര വർഷമായിട്ടിവിടെ ദർശനത്തിൽ വരുന്നു? ഞാൻ ദർശനത്തിന് വരുന്ന ഏകദേശം ഒരു 23 വർഷത്തോളം ദർശനം തന്നെ വന്നിട്ടുണ്ട്. അത് പോലീസിന്റെ ജോലിക്കിടയിൽ വന്ന് ദർശനം നടത്തുന്നുണ്ട്. കൂടാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർശനവും ഡ്യൂട്ടിയും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഡ്യൂട്ടിക്ക് എത്ര വർഷമായിട്ടുണ്ട്? ഡ്യൂട്ടിക്ക് 23 വർഷമായി. 24 വർഷം സർവീസായി. 23 ഒരു വർഷം തന്നെ 2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. എമർജൻസി ഒക്കെ ആയിട്ട് AR ക്യാമ്പ് എന്നൊക്കെ ഉള്ളപ്പോൾ 2 വർഷം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പോലീസ് അനുഭവം? പോലീസ് കർത്തവ്യത്തിലെ അനുഭവം എങ്ങനെയാണ്? കർത്തവ്യത്തിൽ നിന്ന് വളരെ നല്ല അനുഭവം. കാരണം ഭാഷ അറിയില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ആന്ധ്രയിൽ നിന്ന് വരുന്നവരുണ്ടാവും, അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരുണ്ടാവും. അവരൊക്കെ നമ്മളെ ഒരു സേവനം വളരെയധികം ആഗ്രഹിക്കുന്നത് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ആഗ്രഹമുണ്ട്. കാരണം പോലീസ് എന്ന രീതിയിലല്ല ഇവിടെ നമ്മളുള്ളത്. നമ്മളിവിടെ യൂണിഫോം, ഷർട്ടും പാന്റും മാത്രമേ ഉള്ളൂ. ഷൂ ഉപയോഗിക്കുന്നില്ല, ബെൽറ്റ് ഉപയോഗിക്കുന്നില്ല, തൊപ്പി ഉപയോഗിക്കുന്നില്ല, ഒന്നുമില്ല. സ്വാമിശരണം, അതാണ് നമ്മുടെ ചിന്ത. ഭക്തനാണ് അല്ലേ? ഭക്തനാണ് പൂർണ്ണമായും. ഞാനിപ്പോൾ മാലയിട്ടിട്ടുണ്ട്. മാലയിട്ടിട്ടാണ് മലക്ക് കയറിയത്. ഇനി ഇരുമുടി എടുത്തിട്ട് അടുത്ത ഒരു റെസ്റ്റ് സമയം പോയിട്ട് അവിടുന്ന് പമ്പയിൽ നിന്ന് കെട്ടി നിറച്ച് ഇരുമുടി എടുത്ത് വരും. ഇപ്പം ഈ ജോലി ഇത്രയും ക്ലേശകരമായ ജോലിയാണ്, ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. അതിനൊപ്പം തന്നെ താങ്കൾ സിനിമാ അഭിനയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എങ്ങനെയാണ് ഈ രണ്ടും കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ഇത് രണ്ടും കൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എന്റെ സഹപ്രവർത്തകരുടെ, എന്റെ മേലുദ്യോഗസ്ഥരുടെ, അവരുടെ നിശ്ചയമായ പിന്തുണ, കുടുംബാംഗങ്ങളുടെ പിന്തുണ, അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ആദ്യ സിനിമ തൊണ്ടിമുതലും ദൃക്സാക്ഷിയായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഏകദേശം 40ഓളം സിനിമകൾ. അവസാനം അഭിനയിച്ചിട്ടുള്ള, ഇനി റിലീസായിട്ടുള്ള സിനിമ കിഷ്കിന്ത്യ കണ്ടുണ്ടായിരുന്നു, പൊറാട്ട് കടവുണ്ടായിരുന്നു. ഇനിയിപ്പോൾ റിലീസ് ആവാനുള്ളത് അൻപോട് കൺമണി. അതിന്റെ അകത്ത് നായികയുടെ അച്ഛനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ സീരിയൽ ഉണ്ടായിരുന്നു, അത് സി കേരള ചാനലിന്റെ സുമംഗലി ബാബ എന്ന് പറയുന്ന സീരിയൽ. പിന്നെ 1 കോടി, പിന്നെ അതുപോലെ തന്നെ കോമഡി ഉത്സവം, നാടകങ്ങൾ വളരെ നല്ല ഇഷ്ടമാണ്. ഇപ്പോഴും നാടകങ്ങൾ ചെയ്യാൻ പറ്റിയാൽ ചെയ്യാറുണ്ട്. നാടകത്തിൽ അഭിനയം നേരത്തെ ഉണ്ടായിരുന്നു? നാടക അഭിനയം സ്കൂൾ തലത്തിൽ തന്നെ ഞാൻ ഈ യുവജനോത്സവങ്ങളൊക്കെ പങ്കെടുക്കും. കോളേജ് തലത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൽ സമ്മാനങ്ങൾ നേടിയിട്ട് അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. ഓഡീഷനിലൂടെയാണ് എത്തിയത്. തൊണ്ടിമുതൽ എന്ന സിനിമയിൽ ഓഡീഷൻ നടത്തിയിട്ടാണ് അതിന്റെ അകത്തൊരു നല്ലൊരു വേഷം കിട്ടിയിട്ടുള്ളത്. അതിൽ കുറെ പോലീസ് ഉദ്യോഗസ്ഥർ അഭിനയിക്കുന്നുണ്ടല്ലോ അല്ലെ? 23 പോലീസ് ഉദ്യോഗസ്ഥർ, ഏകദേശം 200-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കാസ്റ്റിംഗിൽ 23 പേരെ സെലക്ട് ചെയ്തു. അങ്ങനെയാണ് സിനിമ വന്നിട്ടുള്ളത്. പിന്നീട് ഈ പുതിയ സിനിമകളുടെ ഏതൊക്കെ പുതിയ സിനിമയാണ് വരുന്നത്? ഇനിയിപ്പോ പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ഫിലിംസിന്റെ ആട് 3 അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നുണ്ട് സിനിമയല്ലേ, ഇപ്പൊ സിനിമക്ക് പൊതുവെ ചെറിയ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവസരം കിട്ടുന്നു, അതിനനുസരിച്ച് എന്റെ അവധി ലഭിക്കണം. എല്ലാം കൂടി രണ്ടും കൂടി ഒന്നിച്ച് കിട്ടിയാൽ മാത്രമേ എനിക്ക് അഭിനയത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നെന്നുള്ള പ്രതീക്ഷയുണ്ട്. സ്വാമി കൂടെ ഉണ്ടല്ലോ. സദാനന്ദൻ, ഇപ്പോൾ പുതിയ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഇത്ര ദിവസങ്ങൾ നമ്മൾ കാണണം. ആ ദിവസങ്ങളെല്ലാം അവധിയെടുത്ത് വരുമ്പോൾ ചിലപ്പോൾ സിനിമ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതെല്ലാം അവധികൾ വേസ്റ്റ് ആവുന്ന തരത്തിലുള്ള സാഹചര്യം വരാറില്ലേ? ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു സിനിമക്ക് വേണ്ടിയിട്ട് കമ്മിറ്റ് ചെയ്തു. സിനിമ എന്ത് ചെയ്തു, സിനിമ തുടങ്ങി. പിന്നെ ആ സിനിമ അങ്ങോട്ട് എന്റെ ഡേറ്റ് മാറി. അതിനനുസരിച്ച് എന്റെ അവധി അങ്ങ് നീണ്ടുപോയി. പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. സിനിമ അങ്ങനെയാണ്, കയറില്ലാതെ കെട്ടിയിടാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് സിനിമ. ഷൂട്ടിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് 10-15 ദിവസമൊക്കെ ലീവ് എടുത്ത് നിൽക്കാറുണ്ട്. അങ്ങനെയാണ് ഷൂട്ടിംഗ്. ഇതൊരു ക്രൈസ് ആയതുകൊണ്ട് ഒരു കമ്മിറ്റ്മെന്റ് പോലെയാണ് എനിക്ക്. അതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് രണ്ടും, പോലീസ് എന്ന ജോലിയും സിനിമയും ഒന്നിച്ചു കൊണ്ടുപോകുന്നത് വളരെ വലിയ സന്തോഷമുള്ളൊരു സംഭവമാണ്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ഈ പോലീസിനെ പറ്റി പറയുന്നത് പൊതുവെ കർക്കശക്കാരായിട്ടുള്ള ആൾക്കാരാണെന്നാണ്. അവിടെ ഒരു സഹൃദയത്വം പതിവില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. അതൊരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പോലീസ് എല്ലാവരും കർക്കശക്കാരാണ് എന്ന് പറയുന്നതിൽ ശരിയില്ല. ഒരുപക്ഷെ ഒരു 10% പേരിൽ 100% മോശമായി കാണുന്ന ഒരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അതോ ഈ സമൂഹത്തിന്റെ ഒരു ഇതും കൂടിയാണേ. എന്തിലും കുറ്റം പറയുക എന്നുള്ളതാണ്. അതിന്റെ നന്മകൾ നമ്മൾ കണ്ടെടുക്കുന്നില്ല. പക്ഷെ ഇപ്പോഴും ഒരുപാട് മാറിയിട്ടുണ്ട്. ജനങ്ങളൊക്കെ പോലീസിനെ
നല്ലവരായി കാണുന്നുണ്ട്. എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്, നേരിട്ട് പരാതികൾ വരുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നുണ്ട്. പോലീസ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. സദാനന്ദൻ അത്തരം ഒരു പോലീസുകാരനാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ഒപ്പം തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുകയും ഒപ്പം അത്തരം ഒരു സഹൃദയത്വം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന പോലീസുകാർ നമ്മൾക്കിടയിലുണ്ട് എന്നുകൂടി അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.